സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമാമുമാർ എഴുതി സ്വലാത്ത് ചൊല്ലിയിട്ട് ശുദ്ധിയാവണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ നാട്ടിൽ 500 വീട്ടുകാരുണ്ട് എന്ന് വിചാരിക്കുക. ഈ 500 വീട്ടുകാരും ഒരു കാലത്ത് ആയുസ്സത്തി മരിക്കും. മഹ്ശറിൽ നമ്മളെല്ലാവരും തമ്മിൽ തിരിച്ചറിയും. അതിൽ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുപ്പമുണ്ടാവുന്ന വീട്ടുകാരൻ ആരായിരിക്കും? എപ്പോഴും സ്വലാത്തിൽ നിന്ന് മനുഷ്യനായിരിക്കും. കോളേജിൽ പോകുന്ന കുട്ടികൾ ഇപ്പോൾ കൗണ്ടർ എടുത്ത് നടക്കുകയാണ്. എത്ര സ്വലാത്ത കുട്ടികൾ ചൊല്ലുന്നത്. പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിലേക്ക് പരിപാടിക്ക് വരാൻ എത്തിയാൽ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ വരുന്ന ചെറുപ്പക്കാർ, അൽഹംദുലില്ലാ, നല്ല മക്കളെ കാണാം. അവരുടെ ഏതെങ്കിലും ഒരു വിരലിന് കൗണ്ടർ കാണാം. കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ചെറുപ്പക്കാര് മോനെ, നഷ്ടമാവില്ല. നിന്റെ ഏത് ഘട്ടത്തിലും നീ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ, ഇന്നൗലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, എൻ്റെ പേരിൽ സ്വലാത്ത് കൂടുതൽ ചൊല്ലുന്നവരാണ് എന്നോട് മഹ്ശറിൽ കൂടുതൽ ഉണ്ടാവുക. ഉമ്മമാരെ, അടുക്കളയിൽ, ബെഡ്റൂമിൽ, എല്ലായിടങ്ങളിലും ചൊല്ലാൻ പറ്റുന്ന സർവ്വ സ്ഥലങ്ങളിലും നമ്മുടെ ചുണ്ടിൽ സ്വലാത്ത് ഉണ്ടാവണം.